ഇന്ന് ഒരു ക്രൂസിൽ പോകാൻ പോവാണ്. നമ്മുടെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ ലൈഫിൽ അങ്ങനെ ബോട്ടിങ്ങിന് പോയിട്ടില്ല. നമ്മൾ ബോട്ടിൽ പോയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്, പക്ഷേ ഫെറിയിൽ പോയിട്ടുണ്ട്. അല്ലാതെ ഇതൊരു എന്താ പറയാ, ബോട്ടിംഗ് ആണ് ശരിക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ പവറിൽ ഓടുന്ന, സോളാർ പവറിൽ ഓടുന്ന ഫസ്റ്റ് ബോട്ട് സൂര്യാംശു. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. എന്താ, ബോട്ടിങ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഫുഡുണ്ട്, അതുപോലെ കയാക്കിങ്, പിന്നെ പെഡൽ ബോട്ടിങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അതെ, ഇത് ഏകദേശം ഒരു 5.5 മണിക്കൂറോളം വരുന്നൊരു പരിപാടിയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ 5:30 വരെ അല്ലേ? അതെ, 10 തൊട്ട് 4:30 വരെ. അപ്പോൾ എന്തായാലും അതിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റി റീസൺസ് ഒക്കെ ഉള്ളതാണ് കൂടുതൽ മാസ്ക് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓൺ ദ വ്ളോഗ് മിക്കവാറും കുറവായിരിക്കും. ഞങ്ങൾ വിഷ്വൽസിന് പിന്നീടായിരിക്കും വോയിസ് ഇടാൻ ചാൻസ് ഉള്ളത്. അതെ, ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ട് എല്ലാ സേഫ്റ്റി മെഷേഴ്സ്, കാരണം ഇപ്പോൾ അത് അത്യാവശ്യമാണ്. ഒരുപാട് പേര് അത് കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കുറച്ച് മാറിയൊക്കെയാണ് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. എന്തായാലും ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഒരു വ്യൂ അല്ലെ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ വ്ളോഗ് വിശേഷങ്ങൾ അല്ല, ബോട്ട് വിശേഷങ്ങളായിട്ട് ബോട്ടൊന്ന് കാണിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 9:30 ആയപ്പോഴത്തേനും എത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഇത്ര നേരത്തെ എത്തുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ 9:30 ഫസ്റ്റ് എത്തിയാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവരുടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി ജസ്റ്റ് നമ്മുടെ നെയിം അവിടെ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ചെന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് കാണിക്കണം. അപ്പോൾ നമുക്കൊരു ബോർഡിംഗ് പാസ് കിട്ടണം. ഈ ബോർഡിംഗ് പാസ് കളയരുത്, അത് നമുക്ക് ബോട്ടിൽ കയറണമെങ്കിൽ ആവശ്യമാണ്. അപ്പോൾ ഇനി ബോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി സോളാർ പവേർഡ് ആയിട്ടുള്ള ബോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. KSINCയുടെ സൂര്യാംശു എന്നാണ് ബോട്ടിന്റെ പേര്. പാസഞ്ചേഴ്സിനെ കൊണ്ടുള്ള ആദ്യത്തെ റൈഡാണ് നമ്മൾ ഈ പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഞാറയ്ക്കലിലേക്കാണ് പോകുന്നത്. നമ്മൾ 9:30 തന്നെ എത്തണമെന്ന് പറഞ്ഞു. കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു അരമണിക്കൂർ വായി നോക്കി നടക്കുമായിരുന്നു. സോളാർ പവേർഡ് ആയിട്ടുള്ള അവരുടെ ഫസ്റ്റ് ബോട്ടാണിത്. അല്ലാതെ അവർക്ക് മിഷേൽ ഉണ്ട്, ക്ലിയോപാട്ര ഉണ്ട്, സാഗരറാണി ഉണ്ട്. പിന്നെ അവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്. നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ അവിടെ തന്നെ അവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോകാനായിട്ട്. അത് എത്രത്തോളം ക്ലീൻ ആണ് കാര്യങ്ങളാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു എടുത്തത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു 10-10:06 ആയപ്പോഴാണ് അവർ ബോട്ടിലേക്ക് എല്ലാവരെയും കയറ്റി തുടങ്ങിയത്. ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഈസിയാണ്. താഴത്തെ നില ഫുള്ള് നല്ല സീറ്റ്, അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെ അടിയിലും ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. സൂര്യാംശു എന്ന് പറയുന്ന KSINCയുടെ ഇതിന്റെ പ്രവർത്തനം എന്ന് തുടങ്ങുന്നുള്ളൂ. ആദ്യത്തെ ഗസ്റ്റ് നിങ്ങളാണ്. വലിയ സന്തോഷമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡ് ഉണ്ട്. പിന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് 2 പേരും ഉണ്ട്. അവർ പാട്ടൊക്കെ പാടും. നല്ല ഒരു ലൈവ്ലി ഫീലിൽ അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു വെള്ളി നക്ഷത്രം സിനിമ ഷൂട്ട് ചെയ്തതും അതേപോലെ നമ്മുടെ മൈ ബോസ് ഷൂട്ട് ചെയ്തതും ഒക്കെ ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ അവരതൊക്കെ പറഞ്ഞു തന്നത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്കത് അറിയാനും കൂടി പറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റുമല്ലോ. ആ ഒരു രീതിയിൽ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ വന്നിരിക്കുന്ന പാസഞ്ചേഴ്സായിട്ട് ഒരു ഇൻട്രാക്ഷൻ പോലെയുള്ള ഒരു അവസരം അവർ ഒരുക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ ടാലൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അവർ കൊടുക്കുന്നുണ്ട്. പാടേണ്ടവർക്ക് വന്ന് പാട്ട് പാടാം, മിമിക്രി കാണിക്കേണ്ടവർക്ക് മിമിക്രി കാണിക്കാം, അങ്ങനെ എന്ത് വേണില്ല അവരങ്ങനെ ഒരു സ്റ്റേജ് അവിടെ ഒരുക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ ഫീൽ ചെയ്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൻഡോ എന്ന് പറയുന്നത് സീറ്റിനേക്കാൾ ഇത്തിരി നല്ല മുകളിലാണ്. മേലിലെന്ന് പറഞ്ഞാൽ ഒരു കഫേ പോലെ ഒരു കുഞ്ഞ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ബിസ്ക്കറ്റ്സ്, സ്നാക്സ്, ഡ്രിങ്ക്സ് ഒക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഭയങ്കര കളക്ഷനോ വെറൈറ്റീസോ ഒന്നുമില്ല. ബട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ടേബിളും ചെയറും എല്ലാം ഉണ്ട്. നമുക്ക് ഒരു 11 മണി ആയപ്പോഴത്തേനും നല്ല സൂപ്പർ പഴംപൊരിയും ചായയും തന്നു. ഇങ്ങനെ ഉണങ്ങി വാടി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുന്ന രതീഷൊന്നുമല്ല, നല്ല പൊളിപ്പൻ രതീഷ്. മേലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് കാണാം, അല്ലെ അതിൻ്റെ സൈഡിൽ പോയി നിന്ന് കാണാം. എങ്ങനെ വേണേലും നമുക്ക് അവൻ്റെ വ്യൂ എൻജോയ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മേളിലായിരിക്കും ശരിക്കും ഇഷ്ടപ്പെടുക. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഫ്രണ്ടിൽ പോയി നിന്ന് വ്യൂ ഒക്കെ കണ്ടു. ഫസ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് രാമൻ തുരുത്ത്,
ബോൾഗാട്ടി പാലസ്, ഷിപ്പ് യാർഡ്, പിന്നെ കുറേയധികം വലിയ വലിയ ക്രെയിൻസ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ആ ഒരു ഭാഗത്ത് വൈപ്പിന് ആ ഒരു വഴി കൂടിയൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല ഉൾക്കടലിലേക്കാണ് പോകുന്നത്. അപ്പം 2 സൈഡിലൊന്നും ഒന്നുമില്ല. എന്തൊരു വികരമ്പിച്ച് കിടക്കണല്ലേ. അങ്ങനെ ഞങ്ങൾ മേളിൽ ഫ്രണ്ടിൽ പോയി നിന്ന് കുറേ നേരം ആസ്വദിച്ചു. ഞങ്ങൾ ഡോൾഫിൻസിനെ കണ്ടു. ആ കടലിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ ഞാറക്കലിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം 10 മണിക്ക് തുടങ്ങിയ ആ ഒരു ജേർണി 12:30 ആയപ്പോഴത്തേനും ഞാറക്കലെത്തി, അവിടെ ഡോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു 4 കിലോമീറ്ററോളം ട്രാവലറിൽ പോകണം ഈ ഒരു മത്സ്യബന്ധന ഫാമിലെത്താനായിട്ട്. അവിടെയാണ് നമുക്ക് ലഞ്ചും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൈനിങ് ആണ്. അവിടുത്തെ ഫുഡ് ഭയങ്കര നല്ലതാണ്. ശരിക്കും എല്ലാം ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എൻ്റെ ആ ചേച്ചിമാരൊക്കെ എനിക്ക് അറിയില്ല, അത് അവരുണ്ടാക്കിയതാണെങ്കിൽ അവരുടെ കൈ പൊന്നാണ്. ഫുഡ് നല്ലതായിരുന്നു ചേച്ചിമാരെ, ഭയങ്കര നല്ല ഫുഡാണ്. എല്ലാം അച്ചാറും എല്ലാം നല്ലതാണ്, കറികളും. ഞാൻ സദ്യ ഒന്നും വൃത്തിക്കും എനിക്കും കഴിക്കാത്ത ആളാണ്, പക്ഷെ ഞാൻ നന്നായിട്ട് എല്ലാ കറിയും കൂട്ടി കഴിച്ചു. പേര് ഹെൽന. ചേച്ചിമാരുടെ വീടൊക്കെ എവിടെയാ? അടുത്ത് തന്നെ. നല്ല ഫുഡാ. ഇതിപ്പോ കൊറേ നാളായോ ഇവിടെ തുടങ്ങിയിട്ട്? 15 വർഷമല്ലേ? ഓ. അപ്പം നമുക്ക് ഈ ഒരു ഊണിൻ്റെ കൂടെ തന്നെ ഒരു ഐസ്ക്രീമും കിട്ടും, ഒരു വാനില ഐസ്ക്രീം. പക്ഷേ ഐസ്ക്രീം നമുക്ക് അത്രയ്ക്ക് അങ്ങ് സെറ്റപ്പ് ആയില്ല. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് പെഡൽ ബോട്ടിംഗ് ഉണ്ട്, റോയിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്. ഫിഷിംഗ് നമുക്കൊരു ദുരന്തമായിരുന്നു. കുറേ നേരം ചൂണ്ടയിൽ തീറ്റിയിട്ട് കൊടുത്ത് നോക്കിയിട്ടും നമുക്ക് സംഭവം ഒന്നും കിട്ടിയില്ല. നമ്മളുടേത് വളരെ വിദഗ്ധമായി ആ മീനുകൾ കൊത്തി തീറ്റ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി മീനിൻ്റെ മുന്നിൽ. ഇനിയിപ്പോൾ ആ ഫാമിലിയിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോട്ട് റോയിങ് ആണ്. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റിയാലും ഞങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നു. അതൊരു ഈവനിങ് ഒരു 5 മണിക്കൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആ ബോട്ടും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയേനെ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക്. തുഴഞ്ഞില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു വർഷത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. അനന്തൂന്റെ വശം ചരിഞ്ഞു തുടങ്ങിയപ്പോൾ അനന്ത് തുഴയാൻ പോയി. ഇനി എന്റെ വശം ചരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തുഴയട്ടെ. കാറ്റാണോ ചേട്ടാ? പെഡൽ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പെഡൽ ബോട്ടിംഗ് കിടന്നുള്ള പെഡൽ ബോട്ടിംഗ് ആയിരുന്നു. എൻ്റെ കാലം എവിടം വരെ എത്തുമ്പോഴത്തേനും ഞാൻ ഒരുമാതിരി വെള്ളം പോലെ കിടന്നാണ് ഞാൻ റൈഡ് ചെയ്തത്. പക്ഷെ അനന്തുവിന് കൂനിക്കൂടിയുള്ള പെഡൽ ബോട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അനന്തുവിൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദനിച്ചു. അതുകൊണ്ട് അത് ഞങ്ങൾ കട്ട് ഷോട്ട് ചെയ്തു. എന്നാലും നമ്മൾ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. ഓ പതുക്കെ ചവിട്ടിയാൽ മതി, എൻ്റെ കാല് കിടക്കുന്നു. ഈ ഫാമിൽ തന്നെ വരാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 രൂപ വെച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജൊക്കെ ഇവർക്കുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള വേറെ പാക്കേജുകളുണ്ട്. ഞങ്ങൾ ഈ 300 രൂപയുടെ കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 999 നമ്മൾ ഇവിടെ എല്ലാം കൂടി ചേർത്തെടുക്കുന്നതായിരിക്കും ലാഭം. അല്ലെങ്കിൽ പിന്നെ ഈ എളംകുന്നപ്പുഴ വരെ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ ഈ കാര്യങ്ങൾ എൻജോയ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സ്വന്തമായിട്ട് ഇവിടം വരെ വരണം. ഇത് നമുക്കൊന്നും അറിയണ്ട, നമ്മളിവിടെ കൊണ്ടുവന്നോളൂ. സോ അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. ഈ ഫാം ഏകദേശം 14 വർഷത്തോളമായിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റിനും കൂടി പറ്റുന്ന രീതിയിലൊരു ടൂറിസം എക്സ്പീരിയൻസും കൂടെ കൊടുക്കാൻ തക്കവണ്ണം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടാതെ പോയൊരു സംഭവം ഹാമോക്കാണ്. അധികം നേരം കിട്ടിയില്ല അതിലൊന്ന് കിടക്കാനും കുറച്ച് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും. കാരണം അതിൽ നിന്ന് ഇരിക്കുന്ന ഒരാളും മാറിത്തരണുണ്ടായിരുന്നില്ല. എല്ലാവരും അതിൽ തന്നെ എന്താ പറയുക, വന്നതേ അതിൽ കിടക്കാൻ വേണ്ടിയാണെന്നുള്ള അവസ്ഥയിലായിരുന്നു. അവസാനം ഞങ്ങളുടെ വണ്ടി പോകാറായപ്പോൾ എല്ലാവരും ഇറങ്ങി പോയപ്പോഴാണ് നമുക്ക് അതിൽ പോയിട്ട് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് അതിലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത്. കുറച്ച് 2-3 ഫോട്ടോസും 2-3 സ്ലോ മോഷനും എടുത്ത് നമ്മളിങ്ങനെ പോരേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ ബോട്ടിലെത്തിയിട്ടാണെങ്കിലും ഞങ്ങൾ താഴെ അധികം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ മേളിലാണ് പോയത്. ബിക്കോസ് ഉള്ള സമയം നമുക്ക് ആ കടലും കായലും ഒക്കെ എൻജോയ് ചെയ്യാനാണ് തോന്നിയത്. നല്ല കാറ്റുണ്ടായിരുന്നു, ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത്
നമ്മളിപ്പം എത്തി, സ്ഥലം എത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഡോക്ക് ചെയ്യാൻ പോകണം. അപ്പം എന്താ പറയുക, നല്ല ലാഭമുള്ള, നല്ല അടിപൊളി ഫുഡൊക്കെ ഉള്ള, നല്ല കുറേ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലം എന്ന് വെച്ചാൽ ലാഭമാണ്. ഫോർ ദ പ്രൈസ് 999 ആണ് ഒരാൾക്ക് വരുന്ന പെർ ഹെഡ്. പക്ഷെ അത് വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും. പിന്നെ ഇത് ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്നൊന്നും. ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്കും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. പിന്നെ ഇതൊരു ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൊച്ചിയുടെ ഭംഗിയൊക്കെ അറിയാം. ഗൈസ്, നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ കരയിലിറങ്ങി 6.5 മണിക്കൂർ നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. റോബോട്ട്, പിന്നെ ബോട്ടിങ്, പിന്നെ പെഡൽ ബോട്ട്, അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു കേട്ടോ. നല്ല ഫുഡ്, ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ശരിക്കും സൂപ്പർ ഫുഡാണ്. ഈ ഞാറക്കല്ലെ പരിപാടി ഏകദേശം 14 വർഷമായിട്ടോ 15 വർഷമായിട്ടോ അവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ആ ഒരു സംഭവം. അത് നല്ല സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇതൊരു ഗവൺമെൻറ് തന്നെ, നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് പലരും അറിഞ്ഞ് വരണം. അതാണ് ഇപ്പം തന്നെ കുറച്ച് പേര് കുറവായിരുന്നു. 100 പേർക്കുള്ള സീറ്റ് ഉണ്ട് ഈ ബോട്ടിൽ. അപ്പം അത്രയും ആൾക്കാർ വന്നാൽ മാത്രമേ ഇവർക്ക് നല്ല ലാഭം ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആൾക്കാർ അറിഞ്ഞ് ഇവർ നന്നായിട്ട് വരട്ടെ. ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ടയേർഡാണ്. ഇനി ഒന്ന് ചെന്ന് റെസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ബൈ.